തീവ്രമായ ഒരു അനുരാഗത്തിന്റെ കഥ പറയാനുണ്ട് രാജ്കമൽ സർക്കസിന്. ട്രിപ്പീസ് കളിക്കാരി രേഷ്മയും സർക്കസിലെ അസിസ്റ്റന്റ് മാനേജർ സലിമുമാണ് കഥാപാത്രങ്ങൾ. 16 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ വെച്ച് രാജ്കമലിന്റെ സർക്കസ് നടന്നു. ബോംബെ സ്വദേശിയായ സലിം സർക്കസ് കാണാൻ ഇടയായി. ട്രിപ്പീസിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന രേഷ്മയോട് സലിമിന് ഇഷ്ടം തോന്നി. ബോംബെയിലെ ഒരു പ്രമുഖ കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ ടർണർ മെക്കാനിക്കായി ജോലി നോക്കി വരികയായിരുന്നു സലിം. ഒടുവിൽ സലിം ജോലി ഉപേക്ഷിച്ച് സർക്കസ് കമ്പനിയിൽ ചേർന്നു. मैं राजकमल सर्कस बॉम्बे जोगेश्वरी खेलने के टाइम सर्कस में आया तो इससे देख के मुझे लव हो गया. शो देख के उन्होंने ऐसा दिखाया, स्टाइल किया, तो देख के मुझे लव हो गया. तो मैं सर्कस में ज्वाइन हुआ. होने के बाद मालिक लोग ने मना किया क्योंकि उस टाइम इधर सर्कस में बहुत स्टाफ भी है और इधर पूरा आदमी रहता, तो उधर काम नहीं है, आप दूसरे का कई काम देखो बोलने में. गेट में टिकट फाड़ने का काम मिल गया. फिर भी इनसे एक मिलने का मौका नहीं मिलता है. കാഴ്ചക്കാർക്ക് ടിക്കറ്റ് കയറി കൊടുക്കുന്ന തുച്ഛമായ ദിവസവേതനത്തിൽ സലിം പ്രവേശിച്ചു. രേഷ്മയോട് തന്റെ ഇഷ്ടം സലിം അറിയിച്ചു. നിരവധി തവണ പ്രണയാഭ്യർത്ഥന നടത്തിയെങ്കിലും അതെല്ലാം രേഷ്മ നിരസിക്കുകയായിരുന്നു. ഉയർന്ന ജോലിയിലിരുന്ന ഒരാളാണ് സലിമെന്നും തനിക്ക് വേണ്ടിയാണ് ജോലി ഉപേക്ഷിച്ചതെന്നും രേഷ്മ മനസ്സിലാക്കിയതോടെ ഇവർ അനുരാഗത്തിലായി. രാജ്കമൽ സർക്കസ് ബോംബെ കളിക്കുമ്പോൾ ഇവർ വന്ന് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവർ പിന്നെ സർക്കസിൽ വന്നു. പിന്നെ എന്നോട് ചോദിച്ച് ഇങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇവർ കുറേ പറഞ്ഞ് നീന് വേണ്ടിയിട്ട് ഞാൻ വന്നതാ സർക്കസിൽ. പിന്നെ ഞാൻ പറഞ്ഞ് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് പിന്നെ മുതലാളി കല്യാണം കഴിച്ച് കൊടുത്ത്. ഫസ്റ്റ് വേണ്ട പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഇതാക്കിയിട്ട് രണ്ടാൾക്ക് സ്നേഹം ഉണ്ടല്ലോ, അതുകൊണ്ട് രണ്ടാൾക്ക് നമ്മളാക്കി കൊടുത്ത്. ഒടുവിൽ സർക്കസ് ക്യാമ്പിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങുകളോടെ ഇവർ വിവാഹിതരായി. ഇർഫാൻ, അർബാസ്, സമീർ എന്നീ 3 ആൺമക്കളുണ്ട് ഇപ്പോൾ ഇവർക്ക്. രേഷ്മ ഇപ്പോഴും ട്രിപ്പീസ് കളിക്കാരിയായി തുടരുന്നു. സലിം ഇപ്പോൾ ദിവസവേതനത്തിൽ ടിക്കറ്റ് കയറി കൊടുക്കുന്ന ജീവനക്കാരനല്ല, കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജറാണ്. സലിം രേഷ്മ ദമ്പതികൾ ഇപ്പോഴും തീവ്രമായ അനുരാഗത്തിലാണ്.